ഹായ് ഫ്രണ്ട്സ്, ഇന്നെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇല്ലേ? ഇത് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. എന്നത്തെയും പോലെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും അവസാനം എക്സർസൈസ് ഉണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എത്ര മിസ്റ്റേക്സ് വന്നാലും ശരി അത് കമൻസുകളായിട്ട് ടൈപ്പ് ചെയ്യുക. കാരണം ആ മിസ്റ്റേക്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ഓക്കെ ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭാവി കാലത്തെക്കുറിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞു ഭാവിയിൽ വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ? വിൽ ദെയർ ബി എ വേൾഡ് വാർ എഗൻ ഇൻ ദ ഫ്യൂച്ചർ? വിൽ ദെയർ ബി എ വേൾഡ് വാർ എഗൻ ഇൻ ദ ഫ്യൂച്ചർ? അതായത് വിൽ ദെയർ ബി എന്ന് പറയുന്നത് ഒരു എന്താണ്, ഭാവിയിൽ ഒരു കാര്യമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നതാണ്. അതായത് ഇപ്പം ഞാൻ ഇവിടെ ചോദിച്ചത് വിൽ ദെയർ ബി എ വേൾഡ് വാർ ഇൻ ദ ഫ്യൂച്ചറാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദെയർ ഉപയോഗിച്ച് വാചകങ്ങൾ രൂപീകരിക്കുമ്പോൾ വെർബൽ അവിടെ ഉപയോഗിക്കുന്നത് പകരം നൗണാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ വേൾഡ് വാർ എന്ന നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വാചകം അപ്പോൾ ഉണ്ടാകുമോ എന്ന അർത്ഥത്തിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചോദിക്കാണ് നാളെ മഴ ഉണ്ടാകുമോ? Will there be rain tomorrow? Will there be rain tomorrow? അപ്പം അതിന് എങ്ങനെ നമുക്ക് ആൻസർ പറയാൻ പറ്റും? യെസ്, there will be rain tomorrow. അപ്പം വിൽ ദെയർ ബി വെച്ച് എഴുതുമ്പോൾ നമ്മളല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ വിൽ ദെയർ ബി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് ആണ്. അതായത് അതിന് ശേഷം ഉള്ളത്, അതായത് സബ്ജക്റ്റും വെർബും കഴിഞ്ഞിട്ടാണ് ഓബ്ജക്റ്റ് വരുന്നത് അല്ലേ സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് ഏറ്റവും അവസാനവും വിൽ ദെയർ ബിക്ക് ശേഷം സബ്ജക്റ്റും എഴുതുന്നു. അപ്പോൾ നാളെ മഴ ഉണ്ടാകുമോ? വിൽ ദെയർ ബി എ റെയിൻ ടുമോറോ? വിൽ ദെയർ ബി റെയിൻ എന്ന് പറയുമ്പോൾ നാളെ മഴ ടുമോറോ നാളെ മഴ ഉണ്ടാകുമോ? അവിടെ ആൻസർ യെസ്, ദെയർ വിൽ ബി റെയിൻ ടുമോറോ. അല്ലെങ്കിലോ നോ, ദെയർ വിൽ നോട്ട് ബി റെയിൻ ടുമോറോ. ഇല്ല, നാളെ മഴയുണ്ടാകില്ല. അപ്പം ഞാൻ ഇപ്പം ചോദിച്ച വിൽ ദെയർ ബി എ വേൾഡ് വാർ? യെസ്, ദെയർ വിൽ ബി എ വേൾഡ് വാർ അഗൈൻ ഇൻ ദ ഫ്യൂച്ചർ. അല്ലെങ്കിലോ നോ, ദെയർ വിൽ നോട്ട് ബി എ വേൾഡ് വാർ എഗൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അവിടെ ഒരു വേൾഡ് വാർ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദെയർ വിൽ നോട്ട് ബി എ വേൾഡ് വാർ എഗൻ ഇൻ ദ ഫ്യൂച്ചർ. ഒരു വേൾഡ് വാർ നടക്കാൻ സാധ്യത ഇല്ല. ഓക്കെ, നമുക്ക് ചോദിക്കാം, അടുത്ത വർഷം അവൻ്റെ വിവാഹമുണ്ടാകുമോ? വിൽ ദെയർ ബി ഹിസ് മാരേജ് നെക്സ്റ്റ് ഇയർ? Will there be his marriage next year? Yes, there will be his marriage next year. അവൻ്റെ വിവാഹം അടുത്ത വർഷം ഉണ്ടാകും. അല്ലെങ്കിലോ അവൻ്റെ വിവാഹം അടുത്ത വർഷം ഉണ്ടാകില്ല. നോ, there will not be his marriage next year. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്ത് ഭാവിയിൽ ദാരിദ്ര്യമുണ്ടാകുമോ? ദാരിദ്ര്യം എന്താണ്? പോവേർട്ടി അല്ലേ? അപ്പോൾ വിൽ ദെയർ ബി പോവേർട്ടി അല്ലേ? അപ്പോൾ അവിടെ പോവേർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്ത് പറയും? റിപ്ലൈ യെസ്, ദെയർ വിൽ ബി പോവേർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ. അല്ലെങ്കിലോ നോ, ദെയർ വിൽ നോട്ട് ബി പോവേർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ വിൽ ദെയർ ബി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ്. ഇപ്പം നാളെ നിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകുമോ? വിൽ ദെയർ ബി പ്രെയർ ഇൻ യുവർ ഹൗസ് ടുമോറോ? ഇപ്പോൾ ഉണ്ടാകും എന്നാണെങ്കിൽ യെസ്, ദെയർ വിൽ ബി പ്രെയർ ഇൻ മൈ ഹൗസ് ടുമോറോ. ഇല്ലെങ്കിലോ നോ, ദെയർ വിൽ നോട്ട് ബി പ്രെയർ ഇൻ മൈ ഹൗസ് ടുമോറോ. അപ്പോൾ ഈ രീതിയിലാണ് വിൽ ദെയർ ബി ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം
ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ വിൽ ദെയർ ബി എന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കൂ. ഈ ദെയർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതോട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഹൗ മെനി വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണെങ്കിലോ, ഇപ്പോൾ എത്ര ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി നൗ? കണ്ടോ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി നൗ. അപ്പം നമുക്ക് എങ്ങനെ ആൻസർ പറയാം? ദെയർ ആർ 6 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി നൗ. അപ്പോൾ ഇവിടെ ദെയർ വിൽ ബി പറഞ്ഞ പോലെ മറ്റൊരു യൂസേജാണിത്. ദെയർ ആർ 6 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി നൗ. അപ്പോൾ ഹൗ മെനി എന്ന് പറയുമ്പോൾ എത്ര എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹൗ മെനി പ്ലസ് ഏതാണോ സബ്ജക്റ്റ് അത് എഴുതിയിട്ട് ആർ ദെയർ പ്ലസ് ഒബ്ജക്റ്റാണ്. എന്നാൽ മുമ്പ് എത്ര, ഇപ്പം നിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, ഹൗ മെനി ആർ ദെയർ, ഹൗ മെനി മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ആർ ദെയറിന് പകരം അവിടെ വെയർ ദെയർ, WERE, വെയർ ദെയർ ഇൻ യുവർ ഫാമിലി. ഹൗ മെനി മെമ്പേഴ്സ് വെയർ ദെയർ, WERE വേറെയാണ് ഓർക്കുക, ദെയർ ഇൻ യുവർ ഫാമിലി. നിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ മറ്റൊരു രീതി നോക്കൂ. ഹൗ മെനി മെമ്പേഴ്സ് വിൽ ദെയർ ബി ഇൻ യുവർ ഫാമിലി. ഭാവിയിൽ നിൻ്റെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ദെയറിലാണ് ആൻസർ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ദെയർ ആർ 5 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. എന്നാൽ മുമ്പ് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ദെയർ വെയർ 6 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. ഇനി ഭാവിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണെങ്കിൽ ഹൗ മെനി മെമ്പേഴ്സ് വിൽ ദെയർ ബി ഇൻ യുവർ ഫാമിലി. എങ്ങനെ വരും? ദെയർ വിൽ ബി 7 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി നെക്സ്റ്റ് ഇയർ. കണ്ടോ, അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ദെയർ ആർ, ദെയർ വെയർ, ദെയർ വിൽ ബി, ഈ 3 ഫോംസാണ് ഇപ്പം നമ്മൾ രണ്ടാമത് പഠിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എക്സർസൈസാണ് നമ്മളടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം യെസ്സും നോയും വെച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൂടി എഴുതാൻ ശ്രമിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസാമിൽ ഇനി വെള്ളപ്പൊക്കമുണ്ടാകുമോ? ആസാമിൽ ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നുള്ളതും എഴുതണം, ഉണ്ടാകില്ല എന്നുള്ളതും എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഗരത്തിൽ നാളെ അക്രമം ഉണ്ടാകുമോ? അക്രമം എന്നുള്ളതിന് വയലൻസ് ആണ്. നഗരത്തിൽ നാളെ അക്രമം ഉണ്ടാകുമോ? കണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര പേർ നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കും? എത്ര പേർ നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കും? ഓക്കെ, അടുത്തത്, കേരളത്തിൽ ഇപ്പോൾ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ ഇപ്പോൾ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ മുമ്പ് എത്ര ജില്ലകളുണ്ടായിരുന്നു? കേരളത്തിൽ മുമ്പ് എത്ര ജില്ലകളുണ്ടായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? ഇത്രയും ക്വസ്റ്റ്യനാണ് നിങ്ങൾ അടുത്ത എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.